സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയാണ് സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരമാര്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരമാണ് സി ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായിരുന്നു സി ബാലകൃഷ്ണൻ. അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരമാര് എന്ന് ചോദിച്ചാൽ സി ബാലകൃഷ്ണനായിരുന്നു. ഏത് മേഖലയിലാണ്? പർവ്വതാരോഹകനായിരുന്നു. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര്? സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര് വാഞ്ചി ഭൂമി എന്നാണ് തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്നത്. അർത്ഥം എന്താണ്? സമ്പന്നമായ ഭൂമി. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് ആര്? ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ എവിടെ നിന്ന് എവിടെ വരെയാണ്? പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തി സ്വാമി ആനന്ദ തീർത്ഥൻ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനെതിരെയാണ്? ജാതി വിവേചനത്തിനെതിരെ. ദിണ്ടിഗലിലെ ഗാന്ധിറാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ? ദിണ്ടിഗലിലെ ഗാന്ധിറാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രനാണ്. ജി രാമചന്ദ്രൻ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് ആര്? ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. പുസ്തകത്തിന്റെ പേര് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. രചിച്ചത് ആരാണ്? എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. പുസ്തകത്തിന്റെ പേര് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. രചിച്ചത് എ കെ ഗോപാലൻ. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വ്യാഴം. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഗവർണർക്കാണ്. മുഖ്യമന്ത്രി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. നിലവിലെ കേരള ഗവർണർ ആര് എന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിലെ കേരള ഗവർണർ ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. നബാർഡിന്റെ ആസ്ഥാനം? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? കൽക്കരി ഇനം. ഇന്ത്യയിലെ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ഏത്? ബിറ്റുമിനസ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്? കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ചോദിച്ചു കാണാറുള്ളതാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണൻ. അടുത്ത ചോദ്യം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂട്രോൺ ആണ്. ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം?
ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും, ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപവുമാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടൂപ്പാൻ. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ധോണ്ടൂപ്പാൻ. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മെട്രോമാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഇ ശ്രീധരൻ ആണ്. ഇ ശ്രീധരൻ മെട്രോമാൻ ഓഫ് ഇന്ത്യ. പുതിയ 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. 10 രൂപ നോട്ടിന്റെ പുറകിൽ ഏത് ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. തലയോട് എന്ന കൃതി ആരുടേതാണ്? തകഴിയുടേതാണ്. എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ള കഥയാണ്. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. ഭാരത് മാത ചിത്രത്തിന്റെ പേര് ഭാരത് മാത. വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഘർഷണ ബലമാണ്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാൻ ആണ്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏതാണ്? നെല്ല് ഖാരിഫ് വിളയാണ്. 1857 ബറേലിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബറേലിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹാദൂർ ഖാൻ ആണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല. ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. ആരുടെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്? ആരുടെ ദത്തുപുത്രനായിരുന്നു? ബാജ്റാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത്? ഗോതമ്പാണ്. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ തന്നെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ്. ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ടയാണ്. അയോട്ട. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം ആണ്. അസ്റ്റിഗ്മാറ്റിസം എന്ന ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിലിണ്ടറിക്കൽ ലെൻസ്. കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന. കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത്
DRDO ആണ്, പ്രതിരോധ ഗവേഷണ വികസന സംഘടന. DRDO, കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് DRDO ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരോടൊപ്പമാണ്? സി രാജഗോപാലാചാരിയോടൊപ്പം. എവിടെയാണ്? തമിഴ്നാട്ടിലെ വേദാരണ്യത്ത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതിയാണ് തൻ്റെ ഇടം എന്നത്. പദ്ധതിയുടെ പേര് തൻ്റെ ഇടം. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതായ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതിയാണ് തൻ്റെ ഇടം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാരാണ്? IM വിജയനാണ്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം IM വിജയൻ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷി സങ്കേതം ഏതാണ്? മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയോ? കടലുണ്ടി മലപ്പുറത്താണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. തീരദേശ സംരക്ഷണ ദിനം എന്നാണ്? തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 1 ആണ്. ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ശാന്ത സിൻഹയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ആണ് ശാന്ത സിൻഹ. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളം. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. നീലഗിരിയിൽ വസിക്കുന്ന ഗോത്രവിഭാഗം ഏതാണ്? നീലഗിരിയിൽ വസിക്കുന്ന ഗോത്രവിഭാഗമാണ് തോഡർ. നീലഗിരിയിൽ വസിക്കുന്ന ഗോത്രവിഭാഗം ഏതാണ്? തോഡറാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. രാസസൂര്യൻ മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമോ? തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അമിത് ഷായാണ്. അമിത് ഷാ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മേഘങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ടയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ.
ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏതാണ്? ഇന്ദിരാകോൾ ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏതാണ്? ഇന്ദിരാകോൾ. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം? പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ളത് കർണാടകയാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ് ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം എന്നാണ്? 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ ആണ്. ജയപ്രകാശ് നാരായൺ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാറിനാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ്. കേരളത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? 1957 കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. 1957. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് സലീം അലിയാണ്. സലീം അലി. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിയാണ് തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പള്ളിവാസലാണ്. മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു? മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തുവാണ് കുർക്കുമിൻ. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിന്റെ ഉച്ചത കൂടുന്നതായിട്ടും അത് കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ഡോപ്ലർ ഇഫക്റ്റ് ആണ്. ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്? വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. ജാതി നാശിനി സഭ സ്ഥാപിച്ചത്? ജാതി നാശിനി സഭ സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ഒരു ഉരുക്ക് സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ്. ഒരു ഉരുക്കു സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി അനീലിംഗ്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല? വയനാടാണ്. വയനാട് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. തമിഴ്നാട്, കർണാടക. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? തെയ്യങ്ങളുടെ നാട് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല?
പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല, വനഭൂമി ഏറ്റവും കൂടുതൽ ഇടുക്കി. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം? ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 1978. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം പക്ഷി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. പീച്ചി. ഏത് വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? 1961. ഏത് വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? 1961. കേരളത്തിലെ ഇബ്സൺ എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ഇബ്സൺ എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം? മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സംഗീത നൈഷധമാണ്. സംഗീത നൈഷധം. പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെ പറ്റിയുള്ളതാണ്? പവിഴമല്ലി. ചലച്ചിത്രത്തിന്റെ പേര് പവിഴമല്ലി. സുഗതകുമാരിയെ കുറിച്ചുള്ളതാണ്. സുഗതകുമാരി. ആര് അന്തരിച്ചപ്പോഴാണ് അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോൻ. അവസാനത്തെ ചോദ്യം, പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത്? പുരാണിക് എൻസൈക്ലോപീഡിയ വെട്ടം മാണിയാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വെട്ടം മാണിയാണ്. അപ്പൊ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്